ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നത്. ഇതൊരു ഫുൾ വീഡിയോ ആണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ചാനലിൽ ഇരിപ്പുണ്ട്. അത് കണ്ടു വന്നവരാണെന്നുണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ വെൽക്കം ബാക്ക് ടു MJT ഗെയിമിങ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഏറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തു. നേരെ വന്നപ്പോൾ ഒരു കാർ അവിടെ എടുക്കുന്നുണ്ട്. കാറ് നമ്മൾ പോയി നോക്കാം. പക്ഷേ ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമറുമായി സംസാരിച്ചു. അത് കൊടുത്തു ഗൈസ്, സെല്ല് ചെയ്തു ഗൈസ്. ഈ ഒരു വണ്ടിക്കൊക്കെയാണ് ഗൈസ് ഇമാതിരി വില. നമുക്ക് ബെൻസിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ബാഡ് ഡീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദേഷ്യം പിടിച്ച് പോയി. നമ്മളൊന്നും നോക്കിയില്ല. നമുക്ക് കുറച്ചൊരു റിസ്ക് എടുത്തിരുന്നു ആ വണ്ടി. ഇതിൻ്റെ ഫുൾ വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വണ്ടി കൊണ്ടുവരുന്ന വീഡിയോയും ഇവിടെ ഇടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം ഉണ്ടാവണം. ഇവിടെ ഒരു നബിറോട്ട് പോകാൻ നോക്കുമ്പോഴാണ് സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത്. അപ്പോൾ സ്പിൻ ചെയ്യുകയാണ്. ഇത് കഴിയുമ്പോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്കാണ് ഗൈസ്. നോക്കാം ഗൈസ്. ഇപ്പോൾ ബാർഗെയിൻ അടിക്കുകയാണെങ്കിൽ അതും ലക്കാണ്. ഇതിങ്ങനെ ഒന്ന് അടിച്ചാൽ ലക്ക്, അതോ സീറോ അടിച്ചാൽ മൂമ്പും ഗായ്സ്. 700 രൂപ ആകുമ്പോൾ ലക്കുണ്ട് ഗൈസ്. 700 രൂപ അടിച്ച് ബാർഗെയിൻ നഷ്ടപ്പെട്ടു. അപ്പോൾ നോക്കി നമ്മൾ നേരെ നൈബർഹുഡിലേക്ക് വിടുകയാണ് ഗൈസ്. നമ്മൾ 66 കിലോമീറ്ററാണ് നൈബർഹുഡിലേക്ക്. നടന്നാലൊന്നും എത്തൂരാന്ന് തോന്നുന്നു. ഗൈസ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണേ. ബസ്സിലിപ്പോൾ പോയി നൈബർഹുഡിലെത്തി. ഡീലർഷിപ്പാണ്, ഇതിൻ്റെ പേര് ഡീലർഷിപ്പാണ്. നമ്മൾ വിളിക്കുന്ന നൈബർഹുഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ഡീലർഷിപ്പിലെത്തി. നമ്മൾ ഇയാളുമ്പോൾ സംസാരിച്ചപ്പോൾ പക്ഷേ ഇത് നമുക്ക് അൺലോക്കാണ് ഗൈസ്. ലോക്ക് തുറന്നിട്ടില്ല ഗൈസ്. ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനായി ക്ലെയിം ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഒരു ബെൻസ് കണ്ടപ്പോൾ ആണ്ട് വിട്ടു. റെഡ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഗൈസ്. ഈ ഒരു ഗ്രീൻ കുപ്പായിട്ട് ഇദ്ദേഹം ഗൈസ് കൊള്ളക്കാരനെ തോന്നുന്നു. അടിച്ചു മാറ്റി കൊടുന്ന് തോന്നുന്നു അല്ല. അപ്പം നമ്മളൊന്നും നോക്കിയില്ല, അത് പർച്ചേസ് ചെയ്തു. നമുക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു കൊള്ളക്കാരൻ്റെ ലക്ഷ്യം ഉണ്ടായി. പക്ഷെ പാവാണത്. നമ്മൾ പെട്ടെന്ന് തന്നിങ്ങനെ വില കുറച്ചിട്ട് നമ്മൾ ട്രക്കിലാണ് വിടുന്നത്. ട്രക്കിൽ വിടാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊണ്ടുപോയ ഈ ബെൻസിൻ്റെ അവസ്ഥ പാവമാവും. പിന്നെ ആ ബെൻസിനെ നോക്കാൻ മനസ്സിലാവില്ല. ബെൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയിട്ട് നമ്മൾ ട്രക്കിൽ വിടുകയാണ് ചെയ്തത്. ട്രക്കിൽ നമ്മൾ ഡീലർഷിപ്പിലെത്തിയിട്ട് കാണാം. അതായത് നമ്മൾ എന്തോ ക്ലെയിം ചെയ്യാനുണ്ട്. അപ്പം അതും ക്ലെയിം ചെയ്തു കഴിച്ച് നമ്മൾ ഡീലർഷിപ്പിലേക്ക് എത്തി. നമ്മളിനി ഞാൻ പറഞ്ഞില്ല ബേസ് ബെൻസ് ആണ്, ചിഹ്നമൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് സെല്ലിലിടാം. അതായത് നമുക്ക് കുറച്ച് കൂട്ടിയിടാം. ഒരു 2280 ഉറുപ്പ്യ നമ്മൾ കൂട്ടിയിട്ടുള്ളത്. അത്ര ഒന്നും കിട്ടൂല. എന്നാലും അത്ര കൂട്ടിയിടാൻ കാരണം വെച്ചാൽ അത്ര കുറച്ചെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഉദ്ദേശിച്ചാണ്. പക്ഷേ ഇദ്ദേഹം അതുകൊണ്ട് പോയി ഗായ്സ്. അപ്പോൾ നമ്മൾ ഫൈനൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. അപ്പോൾ ബൈ ഗായ്സ്.